അപ്പോൾ നമ്മൾക്ക് ഇതിനൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലാവുന്നറിയോ? മുഹമ്മദും ആവുന്നുണ്ട്, മുഹമ്മദ് അഹമ്മദും ആവുന്നുണ്ട്. നമ്മൾ പരിചയപ്പെട്ടാൽ നമുക്ക് ഈ മനുഷ്യനെ സ്തുതിക്കൽ നിർബന്ധം. അതാണ് നമുക്കും ആ മനുഷ്യനും തമ്മിൽ പിന്നുണ്ടാവുന്ന ബന്ധം. അപ്പോൾ മുഹമ്മദ് എന്ന ശഖ്സുമായി നമ്മൾ പിന്നെ ബന്ധം നിലനിർത്തുക ബിഹംദിഹി, മുഹമ്മദിനെ ഹംദി എന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, മൗലൂദ് നിർബന്ധാണ്, സുന്നത്തല്ല. ബന്ധം നിലനിർത്തണമല്ലോ. പറയുമ്പോ ചങ്ങാതി ബന്ധം നിലനിർത്തണ്ടേ? മരുവനായാ പോരല്ലോ. ഒന്നിരിക്കൽ മകളെ അങ്ങോട്ട് പറഞ്ഞയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇടക്കിടക്ക് പോകാൻ അങ്ങോട്ട് വരാൻ സമ്മതിക്കണം. രണ്ടുമില്ലാതെ എങ്ങനെ മരുവനായി തുടരുക? പലാക്കാവൂലേ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? അതായത് മുഹമ്മദ് എന്ന മനുഷ്യനെ നമ്മൾ ബന്ധം നിലനിർത്തുക ബിഹംദിനാലോ, ഈ മനുഷ്യനെ നമ്മൾ ബന്ധം നിലനിർത്തുക, നമ്മൾ ആ മനുഷ്യനെ സ്തുതിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് മലക്കളും നിലനിർത്തിയത്. ഇന്നല്ലാഹ വ മലായികത്തുഹു. മലായിക്കത്ത് കഴിഞ്ഞാൽ പിന്നെ ബന്ധം നിലനിർത്തേണ്ട ഒരു കൂട്ടരേ ഉള്ളൂ. അതായത് മനസ്സിലുണ്ടോ? എടാ, അള്ളാന്റെ സൃഷ്ടിയാണ്. അപ്പൊ അള്ളാന്റെ സൃഷ്ടിയെ പറ്റി പറയും. സ്വന്തം കൃതിയാണ് ഒരാൾക്ക് ഏറ്റവും പ്രധാനമാവുക. നമ്മള് 10 കൊല്ലം മുമ്പ് ഏതെങ്കിലും ഒരു പത്രത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയാ, ഞാൻ 2002 ചന്ദ്രികയിൽ ലേഖനം എഴുതിയിരുന്നു, നിങ്ങൾ കണ്ടീനോ? മനസ്സിലായില്ല. അതൊന്നിനും കൊള്ളാത്ത കൊണ്ട് ബാലപംക്തിയിലാണ് പ്രസിദ്ധീകരിച്ച്. എന്നാലും വേണ്ടില്ല, നമ്മക്കത് ബോധ്യതയിരിക്കും. പെരുന്നാളിന് മുട്ടായിത്തെരുവിലെ തിരക്ക് പത്രക്കാരെടുത്തിട്ട് തൽക്കാലം ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചാൽ തന്നെ ആ പത്രം തൊക്കിൽ വെച്ച് നമ്മൾ കൊല്ലങ്ങളോളം നടക്കും. കാരണം അത് നമ്മളെ ഓട്ടുണ്ട്. അവനവന്റെ പ്രൊഡക്റ്റ് അവനവന് വലുതാ. ആ പ്രൊഡക്റ്റിന് കുറ്റുണ്ടെങ്കിൽ പോലും അള്ളാന്റെ പ്രൊഡക്റ്റ് വലുതാ, ഇതിന് കുറ്റല്ലേനും. അതാണ് ഇന്നല്ലാഹ യുസല്ലി. അതാണ് ഇന്നല്ലാഹ യുസല്ലി. മലായിക്കത്തോ, മലായിക്കത്തിന് ഈ ആളെ അള്ളാഹ് പരിചയപ്പെടുത്തിയത് ഫഇന്നഹു അഹ്മദു, നിങ്ങൾ അത്രയൊന്നുമല്ല, എമ്പാടും എന്നെ സ്തുതിച്ച ആളാണ് ഇയാൾ. അസ്ബഖു മിൻകും, നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ എന്നെ സ്തുതിച്ച ആളാണ് ഇയാൾ. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഒരു വഴിയുള്ളൂ, ആ ആളെ നിങ്ങൾ മുഹമ്മദ് ആക്കുക. അയാൾ ഫീ നഫ്സിഹി അഹ്മദ് ആണ്. നിങ്ങൾ മുഹമ്മദ് ആക്കിയാൽ നിങ്ങൾ ആ മനുഷ്യനും ബന്ധായി. മുഹമ്മദ് ആക്കണമെങ്കിൽ നിങ്ങൾ പ്രശംസിക്കണം. അതാണ് വ മലായികത്തുഹു, ഇന്നല്ലാഹ വ മലായികത്തുഹു. നീ ഈ മനുഷ്യനോട് ബന്ധപ്പെടേണ്ട ബാധ്യത ഒരേ കൂട്ടർക്കേ ഉള്ളൂ. അതാരാ? ഞാനിക്ക മനുഷ്യനോ പൊട്ടന്മാരെ? മനുഷ്യനോ? മുഅ്മിനീങ്ങൾക്ക്. അതാണ് യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു. അപ്പൊ പൂർത്തിയായി. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു. അപ്പോൾ റിദ്വാന്റെ ദായിറയിലുള്ളവരൊക്കെ മുസ്തഖ്ലീന ബിഹംദി മുഹമ്മദായി. എല്ലാവർക്കും മണി മുഹമ്മദിനെ സ്തുതിക്കാം. റിദ്വാന്റെ ദായിറയിലുള്ളവര് ഖൽക്ക് പലരും ഉണ്ട്. റിദ്വാന്റെ ദായിറയിലുള്ളവരും ഉണ്ട്, ഇല്ലാത്തത്. റിദ്വാന്റെ ദായിറ എന്ന് പറഞ്ഞാൽ പൊരുത്തത്തിന്റെ വൃത്തം. അള്ളാന്റെ പൊരുത്തത്തിന്റെ വൃത്തത്തിലുള്ളവരൊക്കെ മുഹമ്മദിനെ പ്രശംസിക്കും. മറ്റൊരു അള്ളാഹ് കണക്കാക്കണമെന്നില്ല. അവരത്തേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു. മൊത്തം മനുഷ്യരോട് പറഞ്ഞതുമില്ല. മൊത്തം മനുഷ്യരോട് പറഞ്ഞ പല വിഷയമുണ്ട്, പക്ഷെ മൊത്തം മനുഷ്യരോട് ഇത് പറഞ്ഞില്ല. കാരണം മൊത്തം മനുഷ്യർക്ക് അഹമ്മദിനെ തന്നെ മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ മുഹമ്മദിനെ മനസ്സിലാവുക? ഒരിക്കൽ അള്ളാനെ സ്തുതിക്കണം തന്നെ അറിയില്ല, പിന്നെ അഹമ്മദ് സ്തുതിച്ച ഒരിക്കൽ ബന്ധു വിലയുണ്ടാവുക. ഞാൻ ഇവിടുന്ന് എണീറ്റാല് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ?
അഹമ്മദിനെ തിരിയണമെങ്കിൽ ഹംദ് തിരിയണ്ടേ? ഹംദ് തന്നെ തിരിയില്ല. മുടുങ്ങണം, ഒഴിക്കണം, വിസർജിക്കണം, അങ്ങനെ പോകുക എന്ന ഒരു കൗമുണ്ട്. ആ കൗമിന് ഹംദ് തിരിയാത്തോണ്ട് ആരെ തിരിയില്ല? മുഹമ്മദിനെ തിരിയില്ല. അതുകൊണ്ട് മൊത്തം മനുഷ്യന്മാരോട് പറയേണ്ട വിഷയപ്പെട്ട യായുന്നാസ് പറഞ്ഞില്ല. കാരണം പറഞ്ഞിട്ട് കാര്യങ്ങൾക്ക് ഹംദനെ ഇരുന്നില്ല. ഹംദ് അള്ളാന്റെ ഖൽഖിൽ അവർക്ക് ജീവചൈതന്യം നിലനിൽക്കുന്ന കൂട്ടത്തിൽ മലായിക്കത്ത് കഴിഞ്ഞാൽ അഖ്ലി ശുറൂറുള്ള കൂട്ടത്തിൽ മലായിക്കത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. അതാരാ? മുഅ്മിനീൻ. അവരോട് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അള്ളാന്റെ ജിൽവാന്റെ ദായിറ മൊത്തം നബിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വാക്കവിടെ പൂർത്തിയായി. അതാണ് ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി. അതിന്ന് പുറത്തിയാടാൻ ആര് ശ്രമിക്കും? അതുകൊണ്ട് വിട്ടിത്തരം നല്ലത് എന്താ? ഇങ്ങോട്ടാക്കിയാലും പുറത്തിയാടാൻ നോക്കുക. മുമ്പ് മമ്പാട്ടേര് ഒരു പുതിയ അപ്പളിനെ കിട്ടി നിസ്കരിക്കൂല. പല പണി നോക്കി, പുതിയ അപ്പൾ നിസ്കരിക്കൂല. അപ്പോ എന്ത് ചെയ്ത് സൽക്കാരത്തിന് വിളിച്ച് നൂറിനെ കണക്കാക്കിയിട്ട് സൽക്കാരത്തിന് വിളിച്ച്. നേരത്തെ വരുന്നിട്ട് അളിയാറാണ്. നൂറിന് മുമ്പേ അളിയാൻ വന്ന് കോഴി നിർത്തി പൊരിച്ചവും അങ്ങനെയൊക്കെയാണ് അക്കാലത്ത്. അതൊക്കെയാണ് വലിയ സംഗതി. കോഴി നിർത്തി പൊരിച്ച് ഇങ്ങനെയൊക്കെ ഒക്കെ ലെവലാക്കി നല്ല ചീമയിരിന്റെ അരിയുണ്ട്, വാസനയുള്ള അരിയുണ്ട് നെയ്ച്ചോറൊക്കെ വെച്ച് ഇത് പൊരുത്തി നിർത്തി പൊരിച്ച കോയും എന്റെ നടുവിലൊക്കെ വെച്ച് വളമ്പാൻ ഇങ്ങിയപ്പോ ആളിയന്മാര് പറഞ്ഞ് അളിയ നമുക്ക് സ്കെച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അളിയൻ കുടുങ്ങി. കാരണം ഇത് മുണങ്ങണമെങ്കിൽ നിസ്കരിക്കണം. അങ്ങനെ അളിയൻ മനല്ലാം മനസ്സോടെ ഇവരെ കൂടെ നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറും ഇങ്ങനെ ഒരാളിങ്ങനെ കുത്തിട്ട് ഓരോ പ്ലേറ്റ് കിടുന്നതിന്റെ ഇടയിൽ ഒരു അളിയൻ പറഞ്ഞേ, എന്നാലും ഇന്ന് സൽക്കാരത്തിന്റെ പേരിലെങ്കിലും നമ്മൾ അളിയനെ നമുക്കൊന്ന് നിസ്കരിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ്. അപ്പൊ അളിയൻ പറഞ്ഞ് നിങ്ങൾ അളിയനെ അങ്ങനെ കടത്താൻ നോക്കണ്ട, അളിയൻ ഒന്നുമില്ലാതെ നിസ്കരിച്ച. ആ കൂട്ടര് നമ്മളെ കൂട്ടത്തിലുണ്ട്. ഓരോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഓർക്ക് നബിദിനം അനിസ്ലാമിക് എന്ന് പറഞ്ഞ നോട്ടീസ് കൊണ്ട് നടക്കും. ഓരെ കണക്കാക്കിയിട്ട് കാര്യമല്ല. അവർ ഒന്നുമില്ലാതെ നിസ്കരിച്ച കൂട്ടത്തിലാണ്. ഇങ്ങോട്ടാക്കാൻ നോക്കിയിട്ട് കാര്യമല്ല, അങ്ങോട്ടേ ആവുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? തലക്ക് കൊടുത്താളേ. ഇതാണ് സൃഷ്ടി. പിന്നെ ഇപ്പൊ എന്തേ ഉള്ളൂ എന്നറിയോ? ഈ സൃഷ്ടിയോട് ബന്ധപ്പെട്ടവരൊക്കെ പ്രധാനപ്പെട്ടവരായിരിക്കും. ആ മനുഷ്യനോട് ബന്ധം, അതിനാ ബന്ധം, എന്തെങ്കിലും ഒരു ബന്ധം ആ മനുഷ്യനോട് ഉണ്ടായാൽ മതി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യനെ പ്രേമിക്കാം, ആ മനുഷ്യൻ പ്രേമിച്ചതിനെ പ്രേമിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം. ചരങ്ങ കഴിച്ചിരുന്ന സ്വഹാബികളുണ്ട്. എന്തുകൊണ്ട്? ബിഹുബ്ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരങ്ങ റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടല്ല, നബി ഇഷ്ടപ്പെടുക. എന്തുകൊണ്ട്? ഒരു ബന്ധം സ്ഥാപിക്കുക. നബി ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കുക. മനസ്സിലായില്ല? ചരങ്ങ എന്നല്ലേ പറയാ. ചരങ്ങ മനസ്സിലായില്ല നിങ്ങൾക്ക്? ചരങ്ങ കഴിക്കും ചില സ്വഹാബികള്. നബിക്ക് ചരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗ്രാമീണനായ ഒരാളുണ്ട്, കൃത്യമായി നബിക്ക് ചരങ്ങ എത്തിച്ചു കൊടുക്കും. നബി ഭയങ്കര ഇഷ്ട ചരങ്ങ. എന്നാ സ്വഹാബികളിൽ ചരങ്ങ എന്ന് പറയും, ചരക്കാന്ന് പറയും ചില ആളുകൾ. മനസ്സിലായില്ലേ? സാധനം ഒന്ന് തന്നെ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതിൽ ചില സ്വഹാബികൾക്ക് അത് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ അവരെന്ത് ചെയ്യും? കറിപ്പാത്രം കൊണ്ടെന്ന് വെച്ചാൽ പലരും ചരങ്ങ കഷ്ണം കറിയിലുണ്ടോന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് വാരിയിടും. അനസ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്യുന്നത് കണ്ടപ്പോ സദസ്സിലുള്ള ചില ആളുകൾ കാര്യം അറിയാതെ മേപ്പെട്ട് നോക്കി. അപ്പോൾ പറഞ്ഞേ, ഇന്റെ കാര്യമല്ല, ഇതിന്റെ കൊതി കൊണ്ടല്ല, റസൂലുള്ളാഹിക്ക് ഇത് ഭയങ്കര കൊതിയായിരുന്നു. റസൂൽ ഇഷ്ടപ്പെട്ടതൊക്കെ അതൊരു ബന്ധാണ്. ശരിയായിട്ടൊന്നല്ലടാ മുഹമ്മദ് നബിയുടെ ബന്ധം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നബിയെ സ്നേഹിച്ചാല്
നബിയെ സ്നേഹിച്ചവർ ചര്യ പിൻപറ്റണം എന്നാണ്. നബിയാണെന്ന് വെളിവാണ്ടേ? എന്താ പറഞ്ഞ? എന്താ ഒരു പുതിയ നോട്ടീസ് ഉണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവര് എന്റെ ചര്യ പിൻപറ്റുവീൻ. ഇനി ചര്യ ഉണ്ടാണ്ടേ? ചര്യ പിൻപറ്റിയവർ ആ നിലക്ക് സ്നേഹിച്ചു എന്നേ അർത്ഥമുള്ളൂ. ചര്യ പിൻപറ്റിയവർ മാത്രമാണ് സ്നേഹിച്ചത് എന്നർത്ഥമില്ല. രണ്ടാണ്. നബിയുടെ ഹൈസിയത്തിലൂടെ നബിയുടെ ചര്യ എന്ന നിലക്ക് ഒരാൾ ചര്യ പിൻപറ്റിയാൽ ആ നിലക്ക് നബിയെ സ്നേഹിച്ചു എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് ഇതിനൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലാവുന്നറിയോ?